എന്തെങ്കിലും വാചകങ്ങൾ അയാളെ വായിൽ നിന്ന് വരും. അങ്ങനത്തെ ആള് എന്നാ കിതാബ് കൊണ്ട് പറയണെന്താ, യഥാർത്ഥ തരീക്കത്തിന്റെ സൂഫിയ ദാക്കറിന്റെ വായിൽ നിന്ന് സൂഫി അല്ലെങ്കിൽ തരീക്കത്ത് എന്നൊരു വാക്ക് ഒരിക്കലും വരൂല. അയാളാണ് ഒരിക്കലും കിട്ടാൻ അത് സൂക്ഷിക്കും. കാരണം അയാൾക്കത് അള്ളയും അയാൾക്ക് തമ്മിലുള്ള രഹസ്യം എന്താണത് അത് പുറത്തറിയാൻ പാടില്ല. അള്ളയും ആ മനുഷ്യൻ തമ്മിലുള്ള രഹസ്യബന്ധമാണ്, അത് പുറത്തറിയരുത്. അറിയുന്ന ആൾക്ക് നാണക്കേടാണ്. ആ രഹസ്യബന്ധം ഭയങ്കരമാണ്. ആ രഹസ്യബന്ധത്തിലെ ശേഖ് നൂരി റളിയല്ലാഹു തആല തങ്ങളൊക്കെ പറഞ്ഞ് പഠിച്ചോനെ ഞാനും നീയും തമ്മിലുള്ള രഹസ്യബന്ധം, ആ രഹസ്യബന്ധം എത്രത്തോളം എത്തിയെന്ന് പറഞ്ഞാൽ നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കാൻ നമ്മ തമ്മിലുള്ള ആ മാനസിക ബന്ധം എത്രത്തോളം എന്ന് വെച്ചാൽ നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയൂല. ഞാൻ നിന്നെ പ്രേമിച്ച് 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 നിന്നിലേക്ക് അടുക്കും തോറും നീ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന തോന്നലാണ് എന്റെ മനസ്സിലുള്ളത്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. അതുകൊണ്ട് ഈ പാവപ്പെട്ട നൂരി എന്ന് പറയുന്നത് എന്നെ നീ സ്വീകരിക്കാത്തത് എന്തേ? تقرب قوم بالرجاء فوصلتهم وما لي بعيدا منك والكل يعتب وما منك لي صبر ولا فيك حيلة وما منك لي بد ولا عنك مهرب. എത്ര ആളുകളാണ് നിന്നെ പ്രേമിച്ച് നിന്റെ കാമുകനായി നിന്റെ പുറകെ നടന്നിട്ട് പലരും നിനക്ക് പ്രേമലേഖനം തന്നു, പലരും നിന്നെ വശത്താക്കാനുള്ള വാചകങ്ങൾ ഉച്ചരിച്ചു. അതിൽ പലരെയും നീ സ്വീകരിച്ചല്ലോ. നിന്നെ പ്രേമിച്ചുകൊണ്ട് നിന്റെ പുറകെ നടന്ന പലരെയും നീ സ്വീകരിച്ചല്ലോ തമ്പുരാനെ, നീ അവർ അംഗീകരിച്ചല്ലോ. എന്നെ എന്തുകൊണ്ടാണ് നീ സ്വീകരിക്കാത്തത്? എന്നെ മാത്രമെന്ന് സ്വീകരിക്കാത്തത്? അതൊരു മനോവ്യഥയാണ്. ഈ മനോവ്യഥ മാനസികമായ അവസ്ഥ അപ്പൊ രഹസ്യബന്ധമാണ്. ബഹുമാനപ്പെട്ട മഹാനായ മാലിക് റളിയല്ലാഹു അൻഹു താബിഈങ്ങളിൽ പ്രഗൽഭനാണ്. യസ്സുള്ള മഹാൻ മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നടന്നു പോകുമ്പോൾ ശത്രുക്കളിൽപ്പെട്ട ഒരാൾ മുകളിൽ നിന്ന് ഒരു കൊട്ട ചാരം മാലിക് റളിയല്ലാഹു അൻഹു തലയിലേക്ക് പൊട്ടി. തട്ടിന്റെ മുകളിൽ നിന്ന് വഴിയെ പോകുമ്പോൾ അങ്ങനെ ചാരത്തിൽ മുങ്ങിയ മാലിക് റളിയല്ലാഹു അൻഹു കൂടെ നടന്ന ഖാദിമീങ്ങൾക്കും ശിഷ്യന്മാർക്കും ദേഷ്യം. അവർ ഇയാളെ പിടിക്കണം, ശിക്ഷിക്കണം. മൂപ്പര് പറഞ്ഞു വേണ്ട, ഞാൻ സമാധാനിക്കും, നിങ്ങൾ അയാളോട് ഒന്നും പറയും. കാരണം തീ കൊട്ടാൻ അർഹനായ, തലയിൽ തീ കൊട്ടപ്പെടാൻ അർഹനായ എന്റെ ശരീരത്തിൽ ചാരല്ലേ കൊട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ സമാധാനിക്കുന്നു എന്ന് പറഞ്ഞാൽ നരകത്തിൽ കടക്കാൻ അർഹനാണ് ഞാൻ. അങ്ങനത്തെ ഞാൻ ചാരം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെട്ടതെങ്കിൽ എനിക്കതിന് വിഷമമൊന്നുമില്ല. അതാണ് നമ്മളൊക്കെ എന്താ, നമ്മൾ സ്വർഗത്തിൽ ടിക്കറ്റ് കിട്ടി വന്നിരിക്കുന്നുണ്ട്. മാർക്കത്തിന് ആളുകളായിട്ട് നരകത്തിന് പോകാനെനിക്ക് പറ്റുള്ളൂ. സ്വർഗം കിട്ടാനുള്ള യാതൊരു അവകാശം എനിക്കില്ല. നമ്മളൊക്കെ വിചാരം സ്വർഗത്തിന് ടിക്കറ്റ് കിട്ടിയാണ്. ഒരു മുസ്ലിം പദവിയിലേക്ക് വന്നപ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു സർദ് കിട്ടിയപ്പോഴേക്കും, ഒരു ഡിഗ്രി കിട്ടിയപ്പോഴേക്കും, ഒരു തലക്കെട്ട് വന്നപ്പോഴേക്കും, ഒരു താടിയൽപ്പം വന്നപ്പോഴേക്കും, അതേപോലെ 2 ദിക്റിന്റെ മത്സരം പങ്കെടുത്തപ്പോഴേക്കും, അല്ലെങ്കിൽ ഒരു ദിക്റിൽ ദ്വാൽ പങ്കെടുത്തപ്പോഴേക്കും നമ്മൾ സ്വർഗത്തിന്റെ ടിക്കറ്റ് കിട്ടി. അങ്ങനെ ഇബാദത്തെടുക്കുന്ന ആള് ആ ഇബാദത്തും മുഴുവനും നഷ്ടപ്പെടാനുള്ള ഏക കാരണം, അവനെ പ്രധാനപ്പെട്ട കാരണം, അവനെ കുറിച്ച് നോക്കുമ്പോൾ അവൻ രാവിലെ സുബഹിക്ക് നിസ്കരിക്കുന്നുണ്ട്, സുബഹിക്ക് ശേഷം സൂര്യോദയം വരെ നിൽക്കുന്നുണ്ട്, മഹാനിസ്കാരം 8 റക്അത്ത് നിസ്കരിക്കുന്നുണ്ട്, മുഹറിന്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്ത്, ശേഷം 4 റക്അത്ത്, അസറിന്റെ മുമ്പ് 4 റക്അത്ത്, മഗ്രിബിന്റെ മുമ്പ് 2, ശേഷം 2,
ഇശാക്ക് മുമ്പ് 2, ഇശാക്കിന് ശേഷം 2, സുന്നത്തിട്ട് തന്നെ 11 റക്അത്ത് വിത്തർ. അതൊക്കെ കഴിഞ്ഞ് രാത്രി പാതിരാക്കടിച്ചു അവർ കഴിയാവുന്നത്രേ തഹജ്ജുദ്. ഇതൊക്കെ നോക്കുമ്പോ അവന് വീക്ഷണത്തിൽ വലിയ കാര്യപ്പെട്ട ആളല്ലേ. ഇതൊന്നുമില്ലാത്ത പാവപ്പെട്ട ആളുകൾ, പക്ഷേ സുന്നത്ത് പോലും നിസ്കരിക്കാത്തവരായിരിക്കാം ഒരു വിഭാഗം, അല്ലെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് പോകുന്നവരായിരിക്കാം. അവരെ കാണുമ്പോ ഈ ഹംക്കിന്റെ മനസ്സിലുള്ളത് അവൻ പോക്കാണ്, അവന്റെ അത്ര ഇബാദത്തുള്ളൂ, എന്റെ അത്ര ഇബാദത്തുള്ളൂ ഇല്ല, അവൻ എന്നെക്കാളും താഴ്ന്ന പദവിയിലാണ്. പോയി ആ ജീവിതമൊക്കെ പോയി, അതൊക്കെ പോയി. അതാണ് അല്ലാഹുവിന്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ല പഠിപ്പിച്ചത്.